അപ്പൊ ഒരു 2 month ചലഞ്ച്. ഓക്കെ, റെഡിയാണോ? റെഡി ആണെങ്കിൽ റെഡി ആയിരുന്നു. നമ്മൾ +2 ഓക്കെ, പ്ലസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുക അല്ലെ. നല്ല അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബാച്ചിലൊക്കെ അടിപൊളിയായിട്ട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ അക്കൗണ്ടൻസി ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു, സെക്കൻഡ് ചാപ്റ്റർ പകുതിയായി അല്ലെ. യെസ്, അപ്പൊ ഇങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ ഒരു സ്റ്റഡി ചലഞ്ച് കൂടെ മക്കളായിട്ട് ഏറ്റെടുത്തോ. റെഡി അല്ലേ? യെസ്, ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലെ. യെസ്, കാരണം നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ പഠിക്കുമ്പോൾ നമുക്ക് എന്താ നല്ല ഇതുപോലത്തെ എന്താണ് ഈ സ്റ്റഡി ചലഞ്ചുകളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് വേണം മക്കൾ മുന്നോട്ട് പോകാൻ. അതെന്താ കൃത്യമായിട്ട് നമുക്ക് ആ ഒരു പ്ലാൻ അല്ലെ, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ യെസ് ഒന്ന് ഒരു ചെറുതായിട്ട് പോലും ഒന്ന് ഡൈവേർട്ട് ചെയ്ത് പോവാത്ത രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മക്കൾ ആക്സെപ്റ്റ് ചെയ്തോ ഒരു 2 month ചലഞ്ച്. ഓക്കെ, അപ്പൊ മക്കളെ ഇതൊന്ന് സെറ്റായിട്ട് മകൾ ഒന്ന് ഫോളോ ചെയ്യാം. ഓക്കെ, ഒന്ന് ഫോളോ ചെയ്യാം. എന്നിട്ട് ഇതിന്റെ റിസൾട്ട് ഒന്ന് മകൾ നോക്കുക. അത് നോക്കി അത് കിട്ടുന്ന ആ ഒരു ടൈം ഓക്കെ, ആ റിസൾട്ട് മകൾ കിട്ടിയിരിക്കും ഉറപ്പ്, അതിലൊന്നും പറയാല്ല. ഓക്കെ, യെസ്, അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് അതാണ് ചേഞ്ച് മക്കൾക്ക് വരുന്നത്. ഇപ്പൊ പലരും ഈ പഠിച്ചിട്ട് മാർക്ക് കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ പലരും പല എക്സ്ക്യൂസസും പറയുന്നുണ്ട് അല്ലെ. യെസ്, അവരൊക്കെ പ്രശ്നം എന്താണ്? കറക്റ്റായി ഒന്ന് ചിന്തിച്ചു നോക്കുക. അവരൊക്കെ പ്രശ്നം എന്താണ്? ഈ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പാണ്. അതൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ മനസ്സിലാവും നമുക്ക് അതിന്റെ ഒരു മധുരം. ഓക്കെ, റെഡി? യെസ്, അതാണ്. അപ്പൊ മക്കൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സിമ്പിൾ ആണ്. നമുക്ക് ഓരോന്ന് പറയാം. ഓക്കെ, എന്താന്ന് പറയാം. യെസ്, നമ്മളെ 3 നമ്മളെ കോർ സബ്ജക്റ്റുകളായിട്ടുള്ള അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ബിസിനസ്, ഈ 3 സബ്ജക്റ്റിലും നമുക്ക് ഈ ഒരു 2 month ഓക്കെ, ഈ 2 മാസം നമുക്ക് എന്താണ് പഠിക്കേണ്ടത് എന്നതാ നമ്മൾ ഓൾറെഡി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ പോവാം. ഇത് മക്കൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇത് മക്കൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, റെഡി? അപ്പൊ നമ്മൾ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാം അല്ലെ, ഓഗസ്റ്റ് ആവുമ്പോഴേക്കും ഓഗസ്റ്റ് വേണ്ട. റെഡി? ജൂൺ ആൻഡ് ജൂലൈ. ഓക്കെ, ഈ 2 മാസം. ഓക്കെ, ഈ 2 മാസമാണ് നമ്മളെ പ്ലാൻ ഉള്ളത്. ഈ 2 മാസം ജൂണും ജൂലൈ, ഈ 2 മാസം മക്കള് ഈ 3 സബ്ജക്റ്റുകളിലും നമ്മളെ കോർ സബ്ജക്റ്റുകളിൽ 3 ഏത് പഠിക്കണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറയാൻ പോവാണ്. ഓക്കെ, സെറ്റ് ആയിട്ട് അതിൽ ഒന്നാമത്തെ നമ്മളെ അക്കൗണ്ടൻസിയിലേക്ക് തന്നെ വരാം. ഫസ്റ്റ് തന്നെ അക്കൗണ്ടൻസി. മക്കൾ ഈ 2 മാസം ശ്രദ്ധിച്ചോ, ഈ 2 മാസം കൊണ്ട് മക്കൾ ഇത് പഠിച്ചാൽ മതി. നമ്മുടെ പാർട്ണർഷിപ്പിന്റെ കേസിലെ പാർട്ണർഷിപ്പിന്റെ കേസിൽ മക്കൾ ഇത് മാത്രം സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. റെഡി? ഇത് സെറ്റ് ചെയ്ത് വെക്കാൻ റെഡിയാണോ? ഏത് ചാപ്റ്ററാ നമ്മളതാ ഒന്നാമത്തെ പാർട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്ന ആദ്യത്തെ ചാപ്റ്റർ. ഓക്കെ, അതേപോലെ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ളത് അഡ്മിഷൻ ഓഫ് എ പാർട്ണർ. ഓക്കെ, അഡ്മിഷൻ ഓഫ് എ പാർട്ണർ എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്റർ. ഈ 2 ചാപ്റ്ററുകൾ മക്കൾ കൃത്യമായിട്ട് നമ്മളെ ജൂൺ ആൻഡ് ജൂലൈയിൽ പഠിച്ചിരിക്കണം. ഓക്കെ, റെഡി? അതായത് ജൂലൈ ലാസ്റ്റ് വരെ ടൈമില്ല. ഓക്കെ, ഇപ്പൊ ഏകദേശം ടൈം എത്രയായി? നമ്മളെ മെയ് പകുതിയാണ് അല്ലെ. യെസ്, അപ്പൊ മെയ് പകുതി തൊട്ട് നോക്കുകയാണെങ്കിൽ ജൂലൈ പകുതി വരെ. ഓക്കെ, ജൂലൈ പകുതി വരെ മക്കൾക്ക് ടൈമുണ്ട്. റെഡി? ജൂലൈ പകുതി വരെ മക്കൾക്ക് ടൈമുണ്ട്. റെഡി? ഈ 2 ചാപ്റ്റർ മീൻസ് അഡ്മിഷൻ ഓഫ് എ പാർട്ണർ മക്കൾ കംപ്ലീറ്റ് പഠിക്കണ്ട, കംപ്ലീറ്റ് വേണ്ട. ഓക്കെ, നമ്മൾ ഒന്നാമത്തെ ബേസിക് കൺസെപ്റ്റ് പാർട്ണർഷിപ്പിന്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ മക്കൾ കംപ്ലീറ്റ് പഠിക്കാം. സെക്കൻഡ് ചാപ്റ്റർ അഡ്മിഷൻ ഓഫ് എ പാർട്ണർ. ഓക്കെ, അതെന്താക്കുക? പകുതി മാത്രം പഠിച്ചു വെച്ചാൽ മതി. പകുതി സെറ്റാക്കി വെക്കണം. പക്ഷേ ഓക്കെ, സെറ്റാക്കി വെക്കണം. റെഡിയാണോ? അക്കൗണ്ടൻസിൽ ഈ കാര്യം മാത്രം ഈ 2 മാസം കൊണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ CAS, AFS അതുണ്ടല്ലോ. റെഡി? അതിലേക്ക് മക്കൾക്ക് എടുക്കാം. ഇതേപോലെ CASന്റെ ആദ്യത്തെ ഒരു 3 ചാപ്റ്റർ. ഓക്കെ, CAS നമുക്ക് ഇത്രയൊന്നും ബുദ്ധിമുട്ടില്ല പഠിക്കാൻ, നമുക്ക് അറിയാം അല്ലെ. ആദ്യത്തെ ഒരു 3 ചാപ്റ്റർ മക്കൾ പഠിച്ചു വെച്ചോ. ഓക്കെ, ആദ്യത്തെ ഒരു 3 ചാപ്റ്റർ. AFSന്റെ കേസ് ആണെങ്കിൽ യെസ്, അതും ആദ്യത്തെ ഒരു 2 ചാപ്റ്റർ മക്കൾ നോക്കി വെക്കണം. റെഡി? സാർ ഇതിന്റെ കൂടെ ആഡ് ചെയ്യായിട്ടാ. ഓക്കെ, CAS, AFS എന്നുള്ളത് അത് മക്കൾ ഈ ഒരു റേഞ്ചിലും പിടിക്കുക ഈ 2 മാസം കൊണ്ട്. റെഡിയാണോ? ഓക്കെ, അടുത്ത് ശ്രദ്ധിച്ചോ. എക്കണോമിക്സിൽ ഈ 3 ചാപ്റ്റേഴ്സ്. ഈ 3 ചാപ്റ്റേഴ്സ് മകള് കൃത്യമായിട്ട് ഈ 2 മാസം കൊണ്ട് സെറ്റ് ആക്കണം. ഓക്കെ, ഏതൊക്കെയാ? ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട്,
അതുപോലെ തന്നെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. ഓക്കെ, മൈക്രോ എക്കണോമിക്സിലെ ഈ 3 ചാപ്റ്റർ, ആദ്യത്തെ 3 ചാപ്റ്റർ സെറ്റ്. ഓക്കെ, റെഡി. ഇനി അടുത്തതാ ബിസിനസ് സ്റ്റഡീസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ്. ഓക്കെ, നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ്, ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ്, ബിസിനസ് എൻവയോൺമെന്റ്, പ്ലാനിങ്, ഓർഗനൈസിംഗ്. ഓക്കെ, റെഡി. ഈ ഒരു 2 മാസം നമ്മൾ ഈ ഒരു 2 മാസം കൊണ്ട് ഇതിൽ കൂടുതലൊക്കെ കവർ ചെയ്ത് പോവുമായിരിക്കും. പക്ഷേ എന്താണ് മക്കള് സെറ്റായി പഠിച്ച്, അതായത് ഇനി ഒന്നുമില്ല, നമ്മൾ ഈ വെള്ളം കുടിക്കുന്ന പോലെ ആക്കി വെക്കേണ്ടത് ഏതൊക്കെയാണ്? ഈ 3 കോർ സബ്ജക്റ്റുകളിലും നമ്മളിപ്പോ പറഞ്ഞ ഈ ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, 2 മാസം. ഓക്കെ, അതായത് ജൂലൈ പകുതി ആവുമ്പോഴേക്കും മക്കളെ ഈ പറഞ്ഞ കാര്യങ്ങൾ സെറ്റ് ആയിരിക്കണം. ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണോ? ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളത് ഒന്ന് കമന്റ് ചെയ്തോ, സെറ്റ് ആയിട്ട് കമന്റ് ചെയ്തോ. റെഡി ആണെങ്കിൽ ഇതേപോലെ പഠിച്ചിരിക്കുക. ഇതേപോലെ പഠിച്ചു പോയി കഴിഞ്ഞാൽ മക്കളെ നമുക്ക് ഫസ്റ്റ് തന്നെ വരുന്നുണ്ട്, നമ്മുടെ ഓണം എക്സാം വരും അല്ലെ? ഓണം എക്സാം വരുന്നതായിരിക്കും. ഓണം എക്സാം നമുക്കൊക്കെ അറിയാം, ഏകദേശം ഒരു ഓഗസ്റ്റ് പകുതി മുതലായിരിക്കും നമുക്ക് ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ജൂലൈ പകുതി ആകുമ്പോഴേക്ക് തീർക്കും. അതായത് ജൂലൈ ടു ഓഗസ്റ്റ്, അതായത് ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നമുക്ക് കറക്റ്റ് നോക്കുകയാണെങ്കിൽ 1 മന്ത് അവിടെ നമുക്ക് ബാക്കിയുണ്ട്. ഓക്കെ, 1 മന്ത് അവിടെ ബാക്കിയുണ്ട്. നമുക്ക് എന്താക്കണം? ഓണം എക്സാമിന്റെ റിവിഷനും സെറ്റ് ആക്കണം. ഓക്കെ, ആ റിവിഷൻ സെറ്റ് ആകുന്നതിന് മുൻപേ നമ്മൾ എന്ത് ചെയ്യണം? ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് സെറ്റ് ആയിട്ട് പഠിക്കണം. ഓക്കെ, റെഡിയാണോ? സെറ്റ് ആയിട്ട് വെച്ചാൽ ഇനി ഒന്നും പഠിക്കാനില്ല. ഇനി റിവിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ അത്രയ്ക്കും നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പിന്നെയും പഠിക്കുക, അങ്ങനെയായിരിക്കണം. റിവിഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ പോലും നമുക്കൊന്നും അറിയാത്തതായിട്ടോ കൺഫ്യൂഷൻ ഉള്ള കാര്യങ്ങളായിട്ടോ ഉണ്ടാവരുത്. അപ്പോഴേക്കും നമ്മൾ സെറ്റ് ആക്കണം. റെഡി. ഇതാണ് ചലഞ്ച്. ഓക്കെ, 2 മന്ത് ചലഞ്ച്. ഒന്ന് ഏറ്റെടുത്ത് നോക്കുക, അതൊന്ന് ആക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് ആദ്യത്തെ ഓണം എക്സാം ഒന്ന് സെറ്റ് ആക്കി ഒന്ന് എടുത്തോ. പിന്നെ മക്കളൊന്നും പേടിക്കണ്ട. ഒറ്റ തവണ എന്ത് കിട്ടിയാൽ മതി? ഒരു നന്നായിട്ടൊരു എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്ത് നല്ല രീതിയിൽ മക്കളൊന്ന് സ്കോർ ചെയ്ത് കിട്ടിയാൽ മതി. പിന്നെ അതിൽ നിന്ന് ഒരു ചെറുതായിട്ട് പോലും താഴേക്ക് പോയാൽ മക്കൾക്ക് സ്വയം തോന്നൂല. പിന്നെ ഓട്ടോമാറ്റിക്കലി മക്കൾ പഠിക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ക്ലാസ് തുടങ്ങിയ ടൈമിൽ തന്നെ ഈ ഒരു ചലഞ്ച് വെച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? റെഡി അല്ലേ? അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ മറന്നു പോണ്ട, ജൂലൈ പകുതി ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ പറഞ്ഞതൊക്കെ സെറ്റ് ആക്കിയിരിക്കും. റെഡി? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ബൈ.